എല്ലാവർക്കും ശ്രീലാൽ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എവിടെ വെച്ചാൽ നമ്മളിന്ന് ഒറ്റപ്പാലത്തുള്ളത്. ഒറ്റപ്പാലത്ത് എൻ്റെ അമ്മയുടെ മാമൻ്റെ, അതായത് അമ്മയുടെ മാമയുടെ മറ്റു തോട്ടത്തിൽ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങളൊരു 11:45 മണിക്ക് എത്തി. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇളനീര് തരാമെന്ന് പറഞ്ഞ് ഇളനീര് ഇടാൻ പോയി. അങ്ങനെ ഒരു 10 ഇളനീര് ഞങ്ങൾ ഇട്ടു. ഇളനീരിട്ടിട്ട് ഒരു കുടിച്ചിട്ടില്ല, കുടിക്കാൻ പോണേ ഉള്ളൂ. അപ്പോൾ ഭക്ഷണം കഴിച്ചതിൻ്റെ കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചെന്താ വെച്ചാൽ ചിക്കൻ കറി, ചോറ്, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ എൻ്റെ കൂടെ അച്ഛൻ, അമ്മ, ചേച്ചി, ഇവർ 3 ആളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 4 ആളും കൂടി ഒരുമിച്ച് അവിടെ വന്നത്. ഞങ്ങൾ കാറിലാണ് വന്നത്. ഇതാ നമ്മുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കുളമുണ്ട്, അതൊന്നും നമുക്ക് കാണാം. അപ്പോൾ കാണിച്ചമാരെ അവിടെയാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തോട്ടം. ഒരു 5-10 ഏക്കറുണ്ടെന്നൊക്കെ പറഞ്ഞ്. ഇതാണ് നമ്മുടെ കുളം. അപ്പോൾ നല്ല കുളമാണ്. ഞാൻ ഇവിടെ ഇതിൻ്റെ ഭക്ഷണം കഴിച്ച് കുളിച്ചിട്ടില്ല, കുളിക്കാൻ പോകണേ ഉള്ളൂ. ആഴമുണ്ടെന്ന് പറഞ്ഞാൽ ഒരൽപ്പൊക്കെ ആഴമുള്ളൂ. പിന്നെ ഇപ്പോൾ മോട്ടർ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെ ഇങ്ങനെ കുമള പോലെ കണ്ടില്ലേ, അത് മോട്ടർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇളനീര് കുടിക്കാൻ പോണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഇളനീര് നമ്മൾ നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാമ്പ് നമുക്ക് എടുക്കേണ്ട സമയമാണ്. അപ്പോൾ ആദ്യം നമുക്ക് കാമ്പ് കഴിച്ചതിന് ശേഷം ഇളനീരെടുക്കുക. അപ്പോൾ ഈ കാമ്പ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ്. ഞാൻ അടുത്തത് അതിന് അമ്മയുടെ കാമ്പാണത്. അടുത്തായിട്ട് നമ്മൾ അമ്മായി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് ഇളനീര് ഇട്ടാണ്. ഇളനീര് ഇത്തിരി മൂത്ത് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വെട്ടിയ ഇളനീരിന് വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ഇളനീരിന് നമ്മൾ വെള്ളം ഉണ്ടോ നോക്കണം. നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വെട്ടി നോക്കാം. അപ്പോൾ ഇത് വെള്ളം വന്നിട്ടുണ്ട്, നമുക്ക് കുടിച്ചു നോക്കാം. ഓ അതാ ടേസ്റ്റ്. നല്ല മധുരവും ഉണ്ട്, നല്ല തരിപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ നടന്നപ്പോഴാണ് ഇവിടെ ഒരു പട്ടിക്കുട്ടിയെ കെട്ടിയിട്ടുണ്ടത്. അതായത് നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടു. ഇവൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടില്ല. നാടൻ പട്ടിയെന്നാണ് പറഞ്ഞു. കണ്ടിട്ട് അതുപോലെ തന്നെ ഉണ്ട്. കണ്ടപ്പോൾ നമ്മുടെ സൂസിയില്ലേ, വീട്ടിലത്തെ സൂസിൻ്റെ ചെറുപ്പം പോലെ തന്നെ ഉണ്ട്. സൂസിനെ നിങ്ങൾക്ക് അറിയില്ല എന്നാണ് തോന്നുന്നു. ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ആ വീഡിയോ തന്നെ റിമൂവായി പോയി എൻ്റെ യൂട്യൂബിൽ നിന്ന്. അപ്പോൾ എനിക്ക് ഇവളെ കണ്ടപ്പോൾ ഇവളില്ല, ഇവനെ കണ്ടപ്പോൾ നമ്മുടെ സൂസിൻ്റെ ചെറുപ്പം നമുക്ക് ഓർമ്മ വന്നത്. കുഴപ്പമില്ല, ആൾ കുഴപ്പമില്ല. ഇവൻ്റെ ഒരാളും കൂടി ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷെ അവനെ കാണാനില്ല എന്നാണ് പറഞ്ഞ്. ഇത് ക്രോസ് ബീഡൊന്നും ഇല്ലാതെ തോന്നുന്നു. എന്താ വെച്ചാൽ വാലൊക്കെ നല്ല മെലിഞ്ഞിട്ട് ചെവിയൊക്കെ നല്ല കൂർത്തിട്ടാണ്. നല്ല തനിനാടനാണെന്ന് തോന്നുന്നു. ഗായ്സ്, അപ്പം നമ്മൾ മാമയോട് ചോദിച്ചു. അപ്പം മാമ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ പട്ടിക്കുട്ടിയുടെ പേര് രാമൻ എന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, നല്ല പേരാണ്. അപ്പോൾ മച്ചന്മാരെ, നമുക്ക് കുളിക്കാൻ സമയമായിട്ടുണ്ട്. വാ, നമുക്ക് ചാടാം, വാ. അപ്പോൾ ഈ കുളം നിങ്ങൾക്ക് കാണുമ്പോൾ ചോദിക്കേണ്ടത് നിങ്ങൾ മറ്റേ കുളമെന്ന് ചോദിക്കും. പക്ഷേ കുളമല്ല, ഇത് ശരിക്കും കൊക്കറിനെയാണ്. അതിനെ കുളമാക്കി എടുത്താണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ ചണ്ടിയാണ്, അതായത് ഇത്തിരി മണ്ണും ചണ്ടിയൊക്കെ അയക്കണം, അല്ലാണ്ട് ചളിയൊന്നുമില്ല, നല്ലതാണ്.
പിന്നെ ഇതിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബോർവെൽ അടിച്ചിട്ട് ആണ് ഇതിൽ വെള്ളം നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം വറ്റിയിട്ടൊന്നും പോകണില്ല, അതുകൊണ്ടാണ് നമ്മൾ ബോർവെൽ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വട്ടം ഞാൻ ആ തിട്ടിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ നോക്കിയപ്പോൾ ആദ്യം പേടിയുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ചാടിയപ്പോൾ അങ്ങനെ ഡൈവ് ചെയ്തപ്പോൾ ശരിക്കും ഡൈവല്ല, ബെൽറ്റ് അടിക്കാൻ നോക്കിയപ്പോൾ എൻ്റെ മൂക്കും വായും കൂടി ഒരുമിച്ച് വെള്ളത്തിലടിക്കിയത്. അപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കാലുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ ശരിക്കും ചാടിയപ്പോൾ കുഴപ്പമില്ല, കറക്റ്റായിട്ട് ഉള്ളിൽ പോയി. അപ്പോൾ നമ്മുടെ കുളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1-2 വട്ടമൊക്കെ നമ്മൾ ചാടി ആ തിട്ടിൻ്റെ മുകളിൽ നിന്ന്. ഒരു വട്ടം ചാടിയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ രണ്ടാമത്തെ വട്ടം ചാടി. അപ്പോൾ രണ്ടാമത്തെ വട്ടം ചാടിയപ്പോൾ നമ്മുടെ മൂക്ക് പോയി വെള്ളത്തിലിടിച്ചു. അപ്പോൾ മറ്റേ കുഴപ്പമുണ്ടായിരുന്നില്ല, മൂക്കിൽ ചെയ്ത് വെള്ളം കയറി. അപ്പോൾ എൻ്റെ കണ്ടിട്ട് അച്ഛനും ചാടി. അപ്പോൾ അച്ഛൻ്റെ മൂക്കിൽ വെള്ളം കയറി. അപ്പോൾ അച്ഛൻ അപ്പം തന്നെ കയറി, ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ട് ഇപ്പോൾ കയറിയുള്ളൂ. അപ്പോൾ നമ്മുടെ സമയം 4:45-5 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ചായ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ഓക്കെ, ബൈ.